പീച്ചി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിനായി 2 കോടി രൂപയുടെ ഭരണാനുമതി കൈമാറി. പീച്ചി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായുള്ള ഭരണാനുമതിയാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, സ്കൂൾ പ്രധാന അധ്യാപിക ടെസി ബാബു, PTA പ്രസിഡന്റ് ലിമേഷ് മാത്യു എന്നിവർക്ക് കൈമാറിയത്. 2 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ലഭിച്ചിട്ടുള്ളത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR രമേശ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി, അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജുഷ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 3ാം തവണയാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി തുക ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ, സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയിലൂടെ 1,53 ലക്ഷം രൂപ എന്നിവ മുൻപ് ലഭിച്ചിരുന്നു. 1 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം പൂർത്തീകരിച്ചിരുന്നു. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാനിരിക്കെയാണ് 3ാമതായും തുക അനുവദിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല. ഇതുവരെ പീച്ചി ഗവൺമെൻറ് LP സ്കൂളിനായി 4,53 ലക്ഷം രൂപയാണ് വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചിട്ടുള്ളത്. സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ 1 കോടി രൂപയ്ക്ക് നാം നിർമ്മിച്ച ഒരു കെട്ടിടത്തിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി 1,59 ലക്ഷം രൂപ ചെലവഴിച്ച് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു കെട്ടിടം സർക്കാർ ഇതിനകം നൽകിയിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരവും ഈ സ്കൂളിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സ്കൂളിൽ 1 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിക്കുമ്പോൾ തന്നെ മുഴുവൻ കുട്ടികളെയും പുതിയ ക്ലാസ്സിലേക്ക് ഇരുത്താൻ കഴിയുക എന്നൊരാശയം MLA എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണം എന്നൊരു വാശിയിൽ തന്നെയാണ് ഞങ്ങൾ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഇത്തവണ ബഡ്ജറ്റിനകത്ത് നമുക്ക് 3 കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും ആ 3 കോടി രൂപയെ സംബന്ധിച്ച് ഞാൻ ടീച്ചറോട് നേരത്തെ ഒരു ആശങ്ക പറഞ്ഞിരുന്നു. കാരണം അതിനി അനുവദിച്ച് കിട്ടുമ്പോൾ ഏപ്രിൽ മാസമേ പുതിയ വർഷം തുടങ്ങുള്ളൂ. ഈ വർഷമാണെങ്കിൽ 2 അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പാണെന്നുള്ളത് കൊണ്ട് അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തോടു കൂടി ഏതെങ്കിലും വിധത്തിൽ ആ വിധത്തിലുള്ള പദ്ധതികൾ ആരംഭിക്കും. അത്ര വൈകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് വളരെ വേഗം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ തന്നെ നേരിട്ട് വീട്ടിൽ പോയി കണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ പ്ലാനിൽ ബാക്കി വരുന്ന ചില സംഖ്യകൾ കണ്ടെത്തി അത് ഇത്തവണ തന്നെ അഡ്വാൻസായി നൽകുക എന്നുള്ള ഒരാശയമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ആലോചിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ബഹുമാനായ മന്ത്രി 7/3/2024 തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ നമുക്ക് നൽകി.